വീണ്ടും ഇതാ ഡാമേജ് ആയിട്ട് കേക്ക് ഇതിപ്പോൾ സ്ഥിരമായോന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് കേക്ക് ഇതേപോലെ ഡാമേജ് ആവുന്നത്. കസ്റ്റമർ കൊണ്ടുപോയി നിമിഷ നേരം കൊണ്ട് തന്നെ അവർ ഏച്ചിന്ന് വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കേക്ക് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്, ഒന്ന് സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ ബോക്സ് കണ്ടപ്പോൾ ഞാനാകെ ടെൻഷൻ അടിച്ചു കേട്ടോ. കാരണം പല വീഡിയോസും നമ്മൾ പല മോഡലിലാണല്ലോ കേക്ക് ഡാമേജ് ആയി കാണും. ഇതെങ്ങനെയായിരിക്കുന്നതായിരുന്നു എൻ്റെ ടെൻഷൻ കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നേ. കേക്ക് ബാക്ക് ഭാഗം മാത്രമാണ് കേട്ടോ കുറച്ച് തട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാഡറൊക്കെ ഒന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു, സ്റ്റിക്കൊന്നും താന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുത്തു കേട്ടോ. അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. കസ്റ്റമറെ കയ്യിൽ നിന്ന് പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നേ. എന്നാലും ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ലതുപോലെ ചെയ്ത് കൊടുത്ത കേക്കല്ലേ. ഇന്നത്തെ ദിവസം വേറെ കുറച്ച് കേക്ക് കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഈ ഒരു 2 കേക്കും നമുക്ക് ഒരേ ടീമിനായിട്ട് കൊടുക്കാനാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമൈസ്ഡ് കേക്കാണ് 2 കേക്കും. പിന്നെ അതേ സമയം തന്നെ നമുക്ക് 2 കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഒന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് കേക്ക് തന്നെയാണ് കേട്ടോ. അതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഷോപ്പിലെത്തി ഈവനിങ് ആയപ്പം ഏട്ടനും മോളൊക്കെ വന്നു. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീട്ടിൽ നമുക്ക് വേറെയും കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഈ ഒരു കേക്കിൻ്റെ കസ്റ്റമർ നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. 1/2 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്ക് ആയിരുന്നു ഇത്. കസ്റ്റമർ തന്നെ നമുക്ക് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂണിക്കോൺ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് കൂടി നമുക്ക് ഷോപ്പിൽ കൊണ്ടുവെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അവിടെ ഷോപ്പിൽ വെച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.